പേപ്പർ ക്യാൻവാസ് ഇതുപോലെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് അയൺ ചെയ്ത് കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഇന്ന് നമുക്ക് ഒരു മോഡേൺ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പർദ്ദയ്ക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം, ടോപ്പിന് യൂസ് ചെയ്യാം, കുർത്തിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സ്ലീവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഇറക്കത്തിലും വീതിയിലുമാണ്. അതെങ്ങനെയാണ് എടുക്കുകയെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. സാധാരണ നമ്മളൊരു സ്ലീവിൻ്റെ വീതി കണക്കാക്കുക ആം ഹോള് അളന്നിട്ടാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. എൻ്റെ മുന്നേ ഉള്ള സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോസിലൊക്കെ അത് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആം ഹോളിൻ്റെ അളവൊന്ന് എടുക്കുക. അതിന് ശേഷം അത് എത്രയാണോ കിട്ടിയത് അതിൽ നിന്നും 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ കുറച്ചതിന് ശേഷം ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഇറക്കം എനിക്ക് ടോട്ടൽ വേണ്ടത് തയ്യൽ തുമ്പില്ലാതെ 22 ഇഞ്ചാണ്. ആ 22 ഇഞ്ച് മുഴുവനായും ഞാനിപ്പോൾ ക്ലോത്തിൽ എടുക്കുന്നില്ല. കാരണം എനിക്ക് സ്ലീവ് 3 പോർഷനായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഒരു ബാൻഡ് വേണം, ഫ്രില്ല് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇറക്കം കുറച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്കിവിടെ ഇതാ ഈ ഒരു വീഡിയോയുടെ ഇടതുവശം കാണാൻ പറ്റും. ഒരു ബാൻഡ് ഉണ്ട്, അതുപോലെ ഫ്രില്ല് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വേറെ വേറെ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 2 പാർട്ടിൻ്റെ ഇറക്കം കുറച്ചിട്ടാണ് ഞാനിവിടെ സ്ലീവിൻ്റെ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ടോട്ടൽ വേണ്ടത് 22 ഇഞ്ചാണ്. ആ 22 ഇഞ്ചിൽ നിന്നും നമ്മുടെ ഈ ഫ്രില്ലില്ലേ, ഫസ്റ്റ് കാണുന്ന നിങ്ങൾക്ക് താഴെ കാണാം, ആ ഫ്രില്ലിന് വേണ്ടി 2 ഇഞ്ച് കുറക്കും, ബാൻഡിന് വേണ്ടി 2 ഇഞ്ച് കുറക്കും. അപ്പോൾ ടോട്ടൽ 4 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ സ്ലീവിൻ്റെ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ എനിക്ക് 18 ഇഞ്ചാണ് വേണ്ടത്. ഈ 18 ഇഞ്ച് നമുക്ക് കിട്ടിയത് മൊത്തം സ്ലീവിൻ്റെ ഇറക്കത്തിൽ നിന്നും 4 ഇഞ്ച് കുറച്ചിട്ടാണ്. ആ കിട്ടിയ 18 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടണം. കാരണം താഴ്വശവും മുകൾ വശവും നമുക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുക. അപ്പം ഞാൻ ടോട്ടൽ ഇവിടെ എടുത്തിരിക്കുന്നത് 19 ഇഞ്ചാണ്. അതായത് എനിക്ക് മൊത്തം കിട്ടിയ ഇറക്കത്തിൽ നിന്നും 4 ഇഞ്ച് കുറച്ചു, എന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലോത്ത് ഞാൻ 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. 2 സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫോൾഡ് ചെയ്തത്. വീതി എടുത്തിരിക്കുന്നത് 9 ഇഞ്ച്. അത് ആം ഹോളിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോർമൽ ഒരു സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് സെയിം മെത്തേഡ് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതായത് ഈ ഒരു സൈഡിൽ താഴ്വശത്തേക്ക് ഒരു 3 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ സ്ലീവ് ഷേപ്പ് ചെയ്യുന്നത് സെയിം മെത്തേഡിൽ തന്നെ നമുക്കിതും ഷേപ്പ് ചെയ്തെടുക്കാം. താഴ്വശത്തെ വീതി നമുക്ക് 9 ഇഞ്ച് അങ്ങനെ തന്നെ എടുക്കാം. ഒത്തിരി ഫ്രില്ല് വേണമെങ്കിൽ 9 ഇഞ്ച് എടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചാണ് എടുക്കുന്നത്. കാരണം എനിക്കത്ര കൂടുതൽ ഫ്രില്ല് വേണ്ടാന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം അളവ് തന്നെ താഴ്വശത്തും എടുക്കാം. കാരണം ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതുപോലെ ഷേപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു വീതി തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഇതാ 8 ഇഞ്ചിൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൂടുതൽ ഫ്രില്ലുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അതിൻ്റെ വീതി കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതാ ഇത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വെക്കാനുള്ള ബാൻഡ്, ഫ്രില്ല് അതൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ആദ്യം 2 ഇഞ്ചിൻ്റെ ഫ്രില്ലിൻ്റെ പീസാണ് എടുക്കുന്നത്. ബാൻഡ് നമുക്ക് പിന്നെ കട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയുടെ ഇടതുവശത്ത് കാണാൻ പറ്റും, ഇവിടെ കാണുന്ന ആ ഒരു ഫ്രില്ലില്ലേ, ആ ഫ്രില്ലിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു 2 പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ താഴ്വശത്തെ വീതി തന്നെയാണ് വരുന്നത്. അതിൽ എക്സ്ട്രാ ഒന്നും വേണ്ട. കറക്റ്റ് എത്രയാണോ സ്ലീവിൻ്റെ വീതി വരുന്നത് അതേപോലെയുള്ള വീതിക്ക് 2 ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ 2 ഇഞ്ചാണ് ഇതിന് ഇറക്കം കൊടുത്തിരിക്കുന്നത് ഫ്രില്ലിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. കാരണം താഴ്വശം ഫോൾഡ് ചെയ്യണം, മുകൾ വശം സ്ലീവുമായിട്ട് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇറക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എല്ലാവർക്കും വീതിയുള്ള ഫ്രില്ല് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് സ്ലീവിൻ്റെ ഇറക്കവും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിത് ഇതുപോലെ ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്.
അതെങ്ങനെയാണ് നീളവും വീതിയും കണക്കാക്കിയത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ 2 ഇഞ്ചാണ് ബാൻഡ് കണക്കാക്കിയത്. ആ 2 ഇഞ്ച് അളവിൽ തന്നെ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് കട്ട് ചെയ്തത് കൊണ്ടാണ് അതിൻ്റെ വീതി നമ്മൾ കൂട്ടാതിരുന്നത്. ഇനി നമ്മളതിൻ്റെ നീളം കണക്കാക്കുന്നത് ഇതുപോലെ നമ്മുടെ ആ ഒരു കൈയുടെ ഭാഗം കണ്ടോ, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കറക്റ്റ് ഇതുപോലെ പിടിച്ചിട്ട് എത്രയാണോ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ആ ഒരു റൗണ്ട്, അതാണ് നമ്മൾ ഇതിൻ്റെ നീളമായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ അളവെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് 9 ഇഞ്ചാണ് കിട്ടിയത്. ക്യാൻവാസ് ആയതുകൊണ്ട് തന്നെ സെയിം അളവ് തന്നെ എടുക്കുന്നുണ്ട്. ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നീളവും വീതിയും കൂട്ടാം. അതും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഇതേ അളവിൽ 2 ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇത് വെച്ച് നോക്കുമ്പോൾ കണ്ട ബാൻഡ് വെക്കുമ്പോൾ 2ആയി ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ആ സെൻറ്ററിൽ വെക്കുന്ന ബാൻഡില്ലേ, ആ ഒരു ബാൻഡിനാണ് ക്ലോത്ത് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടി കിട്ടുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ ഞാനിവിടെ ഒരു 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ 4 പീസ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ, ഇതിൻ്റെ 4 വശത്തും നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അത് മസ്റ്റാണ്. ഇതേപോലുള്ള 4 പീസ് ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കാരണം 2 സ്ലീവിനും നമുക്ക് ഇതുപോലെ ക്ലോത്ത് വേണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 4 സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മസ്റ്റായിട്ട് വേണമെന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ക്യാൻവാസിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതാ കൃത്യമായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ക്യാൻവാസും ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ഒന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രില്ലിടാൻ വേണ്ടി കട്ട് ചെയ്ത ആ ഒരു പീസില്ലേ, ആ ഒരു പീസാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഫ്രില്ലിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ 2 പീസ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും താഴ്വശം ഇതുപോലെ ചെറിയ രീതിയിൽ, വളരെ നേരിയ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഓവർലോക്കാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഫോൾഡാണ് ചെയ്യുന്നത് എങ്കിൽ വളരെ നേരിയ രീതിയിൽ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഭംഗി പോവും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇവിടെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ താഴ്വശം ലൂസായിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നൂലൊന്ന് വലിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ആ ഒരു ഫ്രിൽ എഫക്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ലൂസായി സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് വലിച്ച് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ക്ലോത്ത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കൃത്യമായിട്ട് നമ്മൾ ഈ ഫ്രില്ലിട്ട ഭാഗം വെച്ച് കൊടുക്കുക. 2ൻ്റെയും നല്ല വശം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ, ആ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ജസ്റ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാൻ പാടില്ല. കണ്ടോ, ഇതുപോലെ കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുക്കുക. അതുപോലെ വെക്കുമ്പോൾ ആ ഒരു സൈഡിലുള്ള തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം ആ ഒരു ഫ്രില്ലിടാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ മുഴുവനായും നമ്മൾ ആ ഒരു ക്ലോത്തുമായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആ ക്യാൻവാസ് വെച്ചില്ലേ, അതിൻ്റെ സൈഡിലുള്ള തയ്യൽ തുമ്പിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എൻഡിലെത്തുമ്പോൾ ആ ഒരു ഭാഗവും കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ട് കൊടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സൈഡിലുള്ള തയ്യൽ തുമ്പും വിട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ കൃത്യമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത ഭാഗവും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. കണ്ടോ, ഇപ്പം നമ്മളിതാ കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ താഴ്വശം ഉണ്ടല്ലോ, ഈ ഫ്രില്ലിട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴ്വശം ക്യാൻവാസിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. അത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എക്സ്ട്രാ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു ക്ലോത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം 2 സൈഡും ആ ഫ്രില്ലിട്ട ഭാഗമില്ലേ, ആ ഒരു ഭാഗവും നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ജസ്റ്റ് നെക്കിനൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം നമുക്കിത് പെട്ടെന്ന് തിരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ഫിനിഷിങ്ങിൽ കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിനെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിലും ആ ഒരു ഫ്രില്ലിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് അത് പുറത്തോട്ട് വന്ന് നിൽക്കും. അപ്പോൾ ഇതുപോലെ നമുക്കിത് തിരിച്ചിട്ടെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മളിതാ കൃത്യമായിട്ട് ഇത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും താഴ്വശത്തെ ഒരു സൈഡിൽ മാത്രമേ തയ്യൽ തുമ്പുള്ളൂ കേട്ടോ. ഫ്രില്ലും ഒക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയത്തേക്ക് ഈ ഒരു പീസിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ മെയിൻ സ്ലീവാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തില്ല, ആ ഒരു മെയിൻ സ്ലീവ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴ്വശത്ത് നിന്നും ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, താഴ്വശത്തെ ഒരു സൈഡിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നും മുകളിലേക്ക് ഇതുപോലെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മളിവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ ആക്കി എടുക്കാം. രണ്ട് സ്ലീവിലും ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. 2.5 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 3 ഇഞ്ച് നീളവും വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈനാക്കി എടുക്കുക. എന്നിട്ട് അതിതാ കൃത്യമായിട്ട് ആ ഒരു മാർക്ക് ചെയ്ത കറക്റ്റ് പോയിന്റ് വരെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിത് ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ആ ക്ലോത്തിൻ്റെ നീളവും വീതിയും ഞാൻ പറഞ്ഞുതരാം. 1.5 ഇഞ്ചാണ് വീതി വരുന്നത്. നീളം കുറച്ച് എക്സ്ട്രാ എടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടായിട്ടൊന്നും ഫോൾഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഇതുപോലെ രണ്ട് സൈഡിലും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മളിത് സൈഡിലൂടെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്ലീവിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു ഭാഗമില്ലേ, അതെടുക്കാം. അവിടേക്കാണ് നമ്മൾ ഈ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ കൃത്യമായി മനസ്സിലാവും. നമ്മൾ ഈ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ ഒരു പീസിനെ നമ്മൾ ഈ ഒരു ഓപ്പൺ ചെയ്ത ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പണിങ് നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ടിതാ ഇതുപോലെ താഴ്വശത്ത് ഒരു ഭാഗവും മുകൾ വശത്ത് മറ്റൊരു ഭാഗവും വരുന്ന വിധത്തിൽ നമ്മൾ ആ ഒരു പീസ് വെച്ച് കൊടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ കണ്ട ഒന്നുകൂടി മനസ്സിലാവും. എന്നിട്ട് കറക്റ്റായി വെച്ചതിന് ശേഷം കട്ട് ചെയ്ത രണ്ട് ഭാഗത്തും വരുന്ന വിധം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് ശ്രദ്ധിക്കാതെ വീഡിയോ ഒന്നുകൂടി വ്യക്തമായി കാണാം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് നമുക്കിത് മുഴുവനായും സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഓപ്പണിങ് കവർ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ആ ഒരു ഫോൾഡ് ചെയ്ത പീസ് ക്ലോത്ത് നമ്മുടെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ രണ്ട് സൈഡിലും വരുന്ന വിധം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മളിതാ കൃത്യമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഓപ്പണിങ് ഇങ്ങനെ മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മോശം വശം ഉണ്ടാവുമല്ലോ, ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു മോശം വശത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കോണ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇവിടെ നമ്മളിത് അതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കവിടെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സ്ലീവ് ഡ്രസ്സുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നല്ല വശങ്ങൾ വരുന്ന വിധം ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു സൈഡ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഒരു സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴ്വശം കണ്ടോ, ആ ഒരു താഴ്വശത്ത് ഞാൻ വീതിക്കുള്ള ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. നമുക്ക് ആ ഫ്രിൽ എഫക്റ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് വേണം നമുക്കിവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കുഞ്ഞു ഫ്രില്ലാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പീസ് എടുക്കാം. എന്നിട്ട് അതിൽ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗവും നമ്മുടെ ഈ സ്ലീവിൻ്റെ മോശം വശവും ഇതുപോലെ വെച്ച് കൊടുക്കാം. ക്യാൻവാസ് ഉള്ള ഭാഗമല്ല, ഇല്ലാത്ത ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. ആ ഒരു ഭാഗവും സ്ലീവിൻ്റെ മോശം വശവും വെച്ച് ആ ഫ്രില്ലിട്ട ഭാഗം കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ബാൻഡുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ സ്ലീവിൻ്റെ മോശം വശവും വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രില്ലിട്ട ഭാഗമാണ് നമ്മൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതാ കൃത്യമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
കണ്ടോ, നമ്മളിപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടു. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും നമുക്ക് ആ ഒരു നല്ല വശം മാത്രമാണ് ഇനി ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. അത് ഇതുപോലെ ആ സ്റ്റിച്ചിങ് തുമ്പൊക്കെ ഉള്ളിലേക്ക് പോകുന്ന വിധം വെച്ചിട്ട് ഇതിൻ്റെ താഴ്വശം കണ്ടോ, ആ ഒരു താഴ്വശത്തു കൂടി സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളത് മുഴുവനായും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ 2 ബട്ടൺ കൂടി പഞ്ച് ചെയ്തെടുക്കണം. സ്ലീവിന് വെക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ 2 ബട്ടൺ പഞ്ച് ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെയാണ് പഞ്ച് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഒക്കെ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 2 ബട്ടൺ പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മറ്റേ സൈഡിലാണ് നമ്മൾ ബട്ടൺ തുന്നി കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈഡിൽ നമുക്ക് ബട്ടൺ തുന്നി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ബ്ലൗസിനൊക്കെ കൊടുക്കുന്ന ഹുക്ക് കൊടുത്തിട്ട് ഒരു ഷോ ബട്ടൺ കൂടി ചെയ്ത് കൊടുത്താലും മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവിൻ്റെ മോഡൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫ്രില്ലിൻ്റെ ഇറക്കം വേണമെങ്കിൽ കുറക്കാട്ടോ. ഇത്രയും ഫ്രില്ല് വേണമെന്നില്ലാത്തവരുണ്ടാവും, ഇറക്കം ഇത്രയും വേണമെന്നില്ലാത്തവരുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ബാൻഡിൻ്റെ വീതിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.